ഇങ്ങനെ മെനക്കേട് കേസുകൾ ഒത്തിരി ഇതിനകത്ത് വന്ന് കയറിയിട്ടുണ്ട്. പെന്തിക്കോസിലെ സ്തോത്രം ധാരാളം എണ്ണം ഉണ്ട്. 1 അല്ല 2 അല്ല 9 അല്ല 90 അല്ല, ആയിരക്കണക്കിന് വന്ന് കയറി. ആയുധം ധരിച്ച വില്ലാളികളായ എബ്രൈമിയർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി. എബ്രൈമിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. കർത്താവിന് മഹത്വം. അപ്പോൾ മറ്റേ കുടുംബക്കാരും കുഞ്ഞുങ്ങളും നോക്കി നിൽക്കെ 10 ഇരട്ടി അനുഗ്രഹം പ്രാപിച്ചു. അപ്പോൾ ഈ 10 ഇരട്ടി അനുഗ്രഹം പ്രാപിച്ച ഇവര് ദൈവത്തോട് മറ്റുള്ളവരെക്കാൾ ഉപരി വിശ്വസ്തതയോടെ നിൽക്കണം. സ്തോത്രം. ഈ ആത്മീകം എന്ന് പറയുന്നത് ഇഞ്ചക്ട് ചെയ്ത് കയറ്റുന്നതല്ല. ദൈവത്തെ ആരാധിക്കുന്നത് മറ്റൊരാളെ കണ്ടോണ്ടല്ല. പ്രാർത്ഥനയ്ക്ക് വരുന്നതും പോകുന്നതും ഇരിക്കുന്നതും വേറൊരാളെ പ്രീതിപ്പെടുത്താനോ നാടൻ ഭാഷ പറഞ്ഞ് അവരെ സുഖിപ്പിക്കാനല്ല. ദൈവവുമായിട്ടൊരു കണക്ഷൻ വേണം. ദൈവവുമായിട്ടൊരു ബന്ധം വേണം. ഈ ദൈവവുമായിട്ട് ബന്ധമില്ലാത്ത ധാരാളം ആൾക്കാർ ഈ ആത്മീക മണ്ഡലത്തിൽ കയറിയിട്ടുണ്ട്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് അവർ സഭായകം മുടക്കും. ദൈവമായിട്ട് ബന്ധമില്ലാത്തവരുടെ കാര്യമാണ്. 2 കർത്താവിന് എന്തെങ്കിലും കൊടുത്തോണ്ടിരിക്കുന്നവരാന്നെ അതങ്ങ് മുടക്കും. ഇത് ദൈവമായിട്ട് ബന്ധമില്ലാഞ്ഞിട്ട. സ്തോത്രം. ഇവർ ആത്മീകത്തിൽ ഉടനെ ഉഴപ്പും. സ്തോത്രം. ഞാൻ ഇന്ന് രാവിലെ എനിക്കങ്ങ് വളരെ ക്ഷീണമായിരുന്നു. രാവിലെ മുതൽ എനിക്കങ്ങ് തലചുറ്റലോ പ്രയാസമോ ഒക്കെ കൊണ്ടാണ് ഞാനങ്ങ് താഴെ അങ്ങിരുന്നത്. ഭയങ്കര ക്ഷീണവും. ഞാൻ പ്രഷറും ഒക്കെ പോയി നോക്കി, വലിയ കുഴപ്പമില്ല, നല്ല അസ്വസ്ഥതയുണ്ടായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് യോഗ ഉഴപ്പുന്ന ഇഷ്ടമല്ല. സ്തോത്രം. ഷൂപ്പാസ്റ്റ് പാടാൻ പറഞ്ഞിട്ടൊക്കെ എനിക്കങ്ങ് ഒരു ബുദ്ധിമുട്ട്. എന്നാൽ എനിക്കിഷ്ടമുള്ള പാട്ടുകളാണ് ഇവിടെ പകല് പാടിയതും വൈകിട്ടും പാടിയത്. കാണും ഞാൻ മോശേപുരെ പാടാന്ന് പറഞ്ഞിട്ട് എനിക്ക് വലിയ ഇഷ്ടമുള്ള പാട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങ് അവിടെ വരുന്നത്. ഇവിടെ ഇരിക്കുമ്പം അങ്ങനെയൊക്കെ ഇരിക്കുമ്പം മറ്റുള്ളവർ കണ്ടാൽ അത് മോശമാണ്. അയാൾ സ്റ്റേജിൽ കയറി രതിച്ച് കൈ പിടിക്കുന്നില്ല, പാടുന്നുമില്ലെന്ന്. അത് ശരിയല്ലല്ലോ. ഞാൻ ആ സൈഡിൽ അങ്ങ് ഇരുന്നത്. സ്തോത്രം. ചിലർ ഈ ദൈവമായിട്ട് ബന്ധമില്ലാത്തവരിങ്ങനെ ഉഴപ്പും. അപ്പം ഇങ്ങനെ അവർക്ക് ഒരാഴ്ച ആത്മീയമാന്നേ അടുത്ത ആഴ്ച രാവിലെ അവർ തുള്ളുകയാണെങ്കിൽ ആത്മാവിൽ ഇവിടെ തുള്ളും, ഉച്ച കഴിഞ്ഞ് വെളിയിലിറങ്ങി വേറെ തുള്ളല. അങ്ങനെ തുള്ളിയവരെ നമുക്കറിയാമല്ലോ. ഇവിടെ ഇരുന്ന് ഭയങ്കര കോള് കൊള്ളിച്ച് പ്രാർത്ഥിച്ചേച്ച് വെളിയിൽ കിടന്ന് നിങ്ങൾക്ക് ഓർക്കുന്നില്ല. നിങ്ങൾ ഓർക്കണ്ട. സ്തോത്രം. അങ്ങച്ചാ ഇങ്ങനെ ചൂട് അതാരുടെ കാര്യമാണ് ഒക്കെ ഉണ്ട്. ഹോളിനകത്ത് വരുമ്പോൾ അത് വേറൊരു തുള്ളല്. കാരണം ഈ നമ്പ്യാർ പറഞ്ഞേക്കുന്ന തുള്ളൽ 3 വിധത്തിലെന്നാ. നമ്മൾ സ്കൂളിൽ അങ്ങനെ പഠിച്ചേ. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ജനയിതാവ് ഉപജ്ഞാതാവാരാ? കലക്കത്ത് കുഞ്ചൻ നമ്പ്യാരെന്ന സ്കൂളിൽ പഠിച്ചതാ. തുള്ളൽ എത്ര വിധം ഏതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചതാ. ഓട്ടം തുള്ളല്, ശീതങ്കൻ തുള്ളല്, പറയൻ തുള്ളൽ, ഇങ്ങനെ 3 തുള്ളലെന്നാ. ഇപ്പൊ അത് പെന്തിക്കോസിലും അങ്ങനെ. സഭായത്തിന് 10 മുതൽ 1 മണി വരെ ഒരു തുള്ളല്, 1:30 മുതൽ വൈകിട്ട് 6:15 വരെ വേറൊരു തുള്ളല്, രാത്രി 7 മുതൽ കണ്ണിൽ ഇരുട്ട് പിടിച്ച് ഉറങ്ങുന്നത് വരെ തുള്ളൽ 3 വിധം. നിങ്ങൾക്ക് മനസ്സിലാകാഴിയായിരിക്കും. എന്നാൽ ദൈവവുമായിട്ട് ബന്ധമുള്ളവര് ഈ വിധ വിഷയത്തിലൊന്നും ഇടപെടുകയില്ല. അവർക്ക് സന്താപത്തിലും സന്തോഷത്തിലും അമാവാസിയിലും പൗർണമാസിയിലും എല്ലാം അവർ ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. ചിലർക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രാർത്ഥനയും ആരാധനയും ചാട്ടവും ബഹളവും അവരെ സൂക്ഷിച്ചോണം. അങ്ങനെ ഇരിക്കുമ്പോൾ 21 ഇരിക്കുക, അത് കഴിയുമ്പം
ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അങ്ങരിക്കുമ്പോൾ ഒരു ആത്മീയം കയറുക, പ്രാർത്ഥിച്ചാൽ മതി അമ്മാമ്മ, ദൈവം അത്ഭുതം ചെയ്യും. 2 ആഴ്ച കഴിഞ്ഞ് എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ പ്രാർത്ഥിച്ചിട്ടും ഇങ്ങനെ മെനക്കേട് കേസുകൾ ഒത്തിരി ഇതിനകത്ത് വന്ന് കയറിയിട്ടുണ്ട് പെന്തിക്കോസിൽ. സ്തോത്രം. ധാരാളം എണ്ണമുണ്ട്. 1 അല്ല 2 അല്ല 9 അല്ല 90 അല്ല, ആയിരക്കണക്കിന് വന്ന് കയറി. സ്തോത്രം. ദൈവവുമായിട്ട് ബന്ധം, ആത്മീകം. അതാ ഞാൻ പറഞ്ഞ ആത്മീകം മറ്റൊരാളെ കാണിക്കാനല്ല, മറ്റൊരാളെ പ്രീതിപ്പെടുത്താനുമല്ല. സ്തോത്രം, സ്തോത്രം. പൊതുവിൽ നമ്മളെ പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക, എന്നാൽ അതിലുപരി ഒറ്റയ്ക്കിരുന്ന് പോരാടി പ്രാർത്ഥിക്കണം. അത് പലർക്കും ഇല്ല. ഈ പൊതുവിൽ വരുമ്പോൾ മൈക്കുണ്ടെങ്കിലേ ചിലർക്ക് പ്രാർത്ഥന വരുവുള്ളൂ. മൈക്കില്ലെങ്കിലും പ്രാർത്ഥിക്കണം. ഇവിടുത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞ, പൊതുവിലാണ്. സ്റ്റേജിൽ മാത്രം നിന്ന് പ്രാർത്ഥിച്ചാൽ പോരാ, സ്റ്റേജ് ഇല്ലാത്തപ്പോഴും പ്രാർത്ഥിക്കണം. സ്തോത്രം. ഈ രഹസ്യ പ്രാർത്ഥന ഇല്ലാത്തവരാ എല്ലാവരും രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ്. പേഴ്സണലി ഇരുന്ന് പ്രാർത്ഥിക്കണം. വീട്ടിലാണെങ്കിലും ലഭിക്കുന്ന സമയത്തൊക്കെ ദൈവവുമായിട്ടാണ് ബന്ധം. ഈ ദൈവവുമായിട്ട് ബന്ധപ്പെടാതെ രക്ഷിക്കപ്പെടാതെ വന്ന ധാരാളം ആൾക്കാർ ഇതിനകത്തുണ്ട്. എങ്ങനെയോ ഇതിനകത്ത് വന്ന് കയറി. സ്തോത്രം. അത് അവരെ കൊണ്ടാണ് ഈ ആത്മീകലോ ഇത്ര അതപ്പതിച്ചേക്കുന്നത്. സ്തോത്രം. അവരെന്തും പ്രവർത്തിക്കും, എന്തും ചെയ്യും, എന്തും പറയും. സ്തോത്രം. ഞങ്ങളുടെ അമ്മ പറയുമായിരുന്നു നാക്കിന് എല്ലില്ലെന്ന്. ആട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. എടുത്ത കാര്യത്തോട് നമുക്ക് ബന്ധപ്പെട്ട് വരാം. അപ്പോൾ 10 ഇരട്ടി അനുഗ്രഹം പ്രാപിച്ചവൻ മറ്റുള്ളവരെക്കാൾ ഉപരി ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കണം, നന്ദിയുള്ളവരായിരിക്കണം, ആത്മീകത്തിൽ ഔന്നത്യം പ്രാപിച്ച് മുന്നേറണം. എന്നാൽ എബ്രഹീം ഇതൊന്നും ചെയ്തില്ല. അതാ ഇവരെ ഗിദെയോനോട് വന്ന് ഉടക്കുണ്ടാക്കി. നമ്മൾ ആ ഭാഗമാണെന്നുള്ള കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. ഗിദെയോനോട് വന്ന്, നീ മിദ്യാന്യരോട് യുദ്ധം ചെയ്യാൻ പോയപ്പോൾ ഞങ്ങളെ വിളിക്കാഞ്ഞ എന്ത്? വിളിച്ചാൽ വരുമോ? സ്തോത്രം. പാസ്റ്റർ കൺവെൻഷൻ നടത്തിയിട്ട് ഞങ്ങളോട് തന്നെ നീ വരുമോ? വന്നാ നീ ആണ്ട് ഗുണമാണോ? ചില വലിയ വലിയ സഭകളിലേക്ക് ഇരിക്കുന്ന പാസ്റ്റർമാർ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ല, മനോവേദനയോടായിരിക്കുന്നത്. ഒരു യോഗം നടത്താനൊക്കത്തില്ല, ഒരു ആത്മീക കൂട്ടായ്മ പെട്ടെന്ന് ക്രമീകരിക്കാൻ ഒക്കത്തില്ല. ചോദ്യമായി, പറച്ചിലായി, ബഹളമായി. അല്ല, ഞാനൊരു സഭയിൽ നടന്ന കാര്യം പറഞ്ഞേ. സെൻറ്ററിൽ നിന്ന് വന്ന സഹോദരിമാർക്ക് ആ സഹോദരി അന്നേരത്തെ തന്മയത്തമായിട്ട് ഐസ്ക്രീം മേടിക്കാൻ 1000 രൂപ അങ്ങ് ചിലവാക്കി. അത് കമ്മിറ്റി കൂടി തീരുമാനിച്ചില്ലെന്ന്. എന്തുമില്ലേ, വന്നവർക്കൊരു ഭക്ഷണത്തിനല്ലേ കൊടുത്തത്. വേറൊരു തള്ള കയറി ഉടക്കി. സ്തോത്രം. അന്നത് വലിയ കലക്കം ഉണ്ടാക്കാനിരിക്കുകയായിരുന്നു. എന്നെ ദൈവകൃപയാൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അത് ഒരു പ്രശ്നം ഉണ്ടാകുന്നത്, ഞാൻ ആ പൈസ എടുത്ത് അങ്ങ് കൊടുത്ത് പ്രശ്നവും തീർന്നു. അത് പൈസയല്ല ഇവിടുത്തെ വിഷയം. ആ മറ്റേ സഹോദരിയെ പിടികൂടാനിരുന്നതാണ്. അത് അന്ന് വിജയിച്ചില്ല. സ്തോത്രം. ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കും. അപ്പം ഇവര് ഗിദെയോനോട് കയറി ഉടക്കുണ്ടാക്കുക. അപ്പം ഗിദെയോനോട് ഉടക്കുണ്ടാക്കിയത് ഈ യോഗത്തിന് വിളിക്കാഞ്ഞിട്ടൊന്നുമല്ല, യോഗത്തിൻ്റെ കാര്യം പറയാഞ്ഞിട്ടുമല്ല, അസൂയ അകത്ത് കയറിയിട്ടാണ്. കാരണം ഗിദെയോൻ ഏത് ഗോത്രക്കാരനാണെന്നാണ് നമ്മൾ ചിന്തിച്ചത്? മനശ്ശെ ഗോത്രക്കാരനാണ്. ഇവരോ എബ്രഹീംകാരാ. മനശ്ശെക്ക് 1000-ഉം എബ്രഹീമിന് 10,000. അതായി പ്രശ്നം. അപ്പോൾ 10,000 ലഭിച്ച ഞങ്ങൾ നിൽക്കെ 1000 ലഭിച്ച നീ അങ്ങനെ കയറി വിളയണ്ട. ഞങ്ങൾ 10,000 കിട്ടിയവരിവിടെ നിൽക്കുകയല്ലേ. അപ്പോൾ 1000 കിട്ടിയ നീ അങ്ങനെ ഞങ്ങൾക്ക് മുന്നേ കയറി. സ്തോത്രം. അത് ഈ അസൂയ. എബ്രഹീമിന് അസൂയ ഉണ്ടെന്നാണല്ലോ നമ്മൾ അന്ന് വായിച്ചത്. ആ വാക്യം ഒന്ന് വായിച്ചേ. എബ്രഹീമിന് അസൂയ ഉണ്ടെന്ന് നമ്മളൊരു വാക്യം വായിച്ചായിരുന്നു. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയത്തില്ല. ഉണ്ടോ ഇല്ലയോന്നോ? അതാ എവിടാന്നൊന്ന് വായിച്ചല്ലേ? അന്ന് വായിച്ചല്ലേ? ചാടി ചാടി വായിച്ചല്ലേ?
സമയം പോകുന്നു. യെശയ്യാ 11:13. എഫ്രൈമിന്റെ അസൂയ നീങ്ങിപ്പോകും. എഫ്രൈമിന്റെ അസൂയ നീങ്ങിപ്പോകും. ഉണ്ടോ? അപ്പൊ ഇത് അസൂയ. അപ്പൊ ഈ അസൂയ ഉള്ളത് കൊണ്ടാണ് ഇവര് ചെന്ന് ഗിദെയോനോട് പറഞ്ഞത്. അല്ലാതെ യോഗത്തിന് വരാനോ വിളിക്കാനോ ഒന്നും അല്ല വിഷയം. ഒരു കാരണമെന്ന് പറയുന്നത് ഉള്ളൂ. സ്തോത്രം. നീ അല്ല മിദ്യാന്യരോട് യുദ്ധം ചെയ്യാൻ പോയപ്പോൾ ഞങ്ങളെ വിളിക്കാൻ അത് ചുമ്മാ എന്ന് പറയുന്നതേ ഉള്ളൂ. സ്തോത്രം. പിന്നെ മൂലകാരണം ഇതാ, അസൂയകത്ത് കയറി 10,000 കിട്ടിയ ഞങ്ങളിവിടെ നിൽക്ക് 1000 കയറി അങ്ങനെ. സ്തോത്രം. നമ്മളോടുമൊക്കെ ചിലപ്പോൾ അങ്ങനെ കൊമ്പ് കോർത്തെന്ന് വരാൻ ചിലർ. ഈ സഭയിൽ ആരംഭം മുതൽ ഞാനിരുന്നതാ. ഞാനിരിക്കാൻ നീ എന്തിനാ അങ്ങനെ കയറി വാക്യം വായിക്കുന്നേ? ഇന്നലെ വന്ന നീ ഞാനല്ലേ ആരംഭം കാലം മുതൽ ഇവിടെ സഹശുശ്രൂഷകനായിട്ടിരുന്നത്. ഇന്നലെ വന്ന് താൻ കയറി ഇങ്ങനെ. നിങ്ങൾ പറഞ്ഞെന്നല്ല, ഞാനങ്ങ് ഓപ്പണ് പറയുക. ഞങ്ങൾ രണ്ടുകൂടല്ലയോ തുടങ്ങിയത്. അതിനിടെ നിങ്ങൾ എന്തിനാ ഇതിനെ മേളിൽ കയറി വിലസുന്നേ? ഈ സഭ, ഈ കൂട്ടായ്മ ആരംഭിച്ച ഫസ്റ്റ് കുടുംബം ഞങ്ങളല്ലായിരുന്നോ? നല്ലതാ ഇതൊക്കെ. പഴമക്കാർ പറയുന്നൊരു പദം ഞാൻ പറയാം: ആര് കുത്തിയാലും അരി വെളുക്കണം. വാക്യമല്ല, സ്തോത്രം. എങ്ങനെയാണെങ്കിലും കൊള്ളാം, യേശുക്രിസ്തുവിന്റെ നാമം മഹിമപ്പെടണം. അസൂയയോടാന്നേലും ചിലർ അങ്ങനെ സ്പർദ്ധയോടൊക്കെ പറയും. ആട്ടെ, നമ്മളത് അതിന് ഉടക്കൊന്നും ഉണ്ടാക്കണ്ട. യേശുക്രിസ്തുവിന്റെ നാമം ഉയരട്ടെ. ചിലപ്പോൾ ഞങ്ങൾ പ്രസംഗിക്കുമ്പോഴായിരിക്കും ചില വിടുതൽ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും. മതി, ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. ചിലപ്പോൾ നാം ആരാധിക്കുമ്പോഴായിരിക്കത്തുള്ളൊരു വിടുതൽ. നിങ്ങൾ ഒരാളോട് 2 വാക്ക് പറയുമ്പോഴായിരിക്കും വിടുതൽ. മതി, ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. ചിലപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും വിടുതൽ. മതി, ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. എങ്ങനെയും യേശുക്രിസ്തുവിന്റെ നാമം മഹിമപ്പെടണം. അപ്പൊ ഇവര് കയറി ഉടക്കൊണ്ടാക്കുക. നീ മിദ്യാന്യരോട് യുദ്ധം ചെയ്യാൻ പോയപ്പോൾ ഞങ്ങളെ വിളിക്കാൻ. അപ്പൊ അധ്യായം ശരിക്ക് പഠിച്ചാൽ ഇവർക്ക് കോപവും വാദവും അങ്ങനല്ലേ എഴുതിയ, കോപിച്ചെന്നല്ലേ, ഉഗ്രമായി വാദിച്ചെന്ന 1-ാം വാക്യത്തിനൊടുവിൽ. എന്നാൽ എഫ്രൈമിൽ മിദ്യാനോട് യുദ്ധം ചെയ്യുവാൻ പോയപ്പോൾ ഞങ്ങളെ വിളിക്കാൻ എന്ത്, ഇങ്ങനെ ഞങ്ങളോട് ചെയ്യുവാൻ എന്ത് സംഗതി എന്ന് പറഞ്ഞ് അവനോട് ഉഗ്രമായി വാദിച്ചു. ഉഗ്രമായിട്ട് വാദിച്ചു. വാദം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അങ്ങ് വാദമാണ്. 2 കോപം. അവർക്ക് അവനോടുള്ള കോപം ശമിച്ചു. അപ്പൊ വാദം, കോപം. യെശയ്യാ 11 അസൂയയും ഇതെല്ലാം അകത്തിരിക്കുക. വാദവും കോപവും അസൂയയും. പക്ഷേ ഗിദെയോൻ പാസ്റ്റർ വളരെ മിടുക്കനാ. നല്ല തന്മയത്വപരമായിട്ട് പുള്ളി നാളെ ഞാൻ ഓർപ്പിച്ചല്ലോ, വളരെ ചന്ദ്രിക ലൈവോയി മാറ്റുക. ലൈവോയാ ഞാൻ അന്ന് പറഞ്ഞത്, ചന്ദ്രിക കുറച്ചുകൂടെ പദം കൂടുതൽ നന്നായിട്ട് പതപ്പിച്ച് അപ്പോൾ പുള്ളി പ്രശ്നം അങ്ങ് പരിഹരിച്ചു. വിശേഷിച്ച് ശുശ്രൂഷകന്മാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരായിരിക്കരുത്, പ്രശ്നം പരിഹരിക്കണം. ചില വിഷയത്തിൽ മിണ്ടിയാക്കരുത്. മിണ്ടിയാ പ്രശ്നമാകും. മിണ്ടിക്കഴിഞ്ഞാൽ മിണ്ടായിരുന്നേക്കണം. ചില സന്ദർഭത്തിൽ മിണ്ടരുത്. മിണ്ടിപ്പോയാൽ പ്രശ്നമാകും. നമ്മളൊരു കാര്യം പറഞ്ഞാൽ ഇത് പ്രശ്നമാണെന്ന് കണ്ടാൽ അന്നേരം മൗനം ദീക്ഷിച്ചേക്കണം. സ്തോത്രം. എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമ്മളൊരു വാക്ക് പറഞ്ഞാൽ പ്രശ്നം തീരും, അത് പറഞ്ഞോണം. അല്ലേ, ഞാൻ ആ സഭയുടെ കാര്യം പറഞ്ഞേ, 1000 രൂപ എടുത്ത് കൊടുത്ത് പ്രശ്നം തീർന്നു. അന്നേരം ഞാനും മിണ്ടായിരിക്കായിരുന്നേ, മറ്റേ തള്ള ഈ തള്ളേനെ എടുത്ത് കോഴി മറിച്ചേനും. അവസാനം കസേര പണ്ടവിടെ കഥകിൻ്റെ ഇത് ഈ ജനലിൻ്റെ ഇത് തന്നെ പറയുന്നത് കമ്പി എടുത്ത് അടിച്ചത്. ഒരു പുതിയ കുടുംബം ആരാധനയ്ക്ക് അവർ പറഞ്ഞു നമുക്ക് ആ സഭയിൽ ആരാധനയ്ക്കല്ല, രാവിലെ ചെന്നപ്പോൾ കാണുന്ന കമ്പിക്ക് അടിക്കുന്നു. അവർ പറഞ്ഞു നമുക്ക് ഓടിപ്പോയേക്കാന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞതാ. അപ്പം ചില സന്ദർഭങ്ങളിൽ ചില പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ മൗനം ദീക്ഷിച്ചോണം. സ്തോത്രം. അന്നേരം ചിലപ്പോൾ ഒരൊറ്റ വാക്ക് പുള്ളി ഒന്നും മിണ്ടിയില്ല, മതി, അത്രേ ഉള്ളൂ.
വഴക്കില്ലല്ലോ. എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമ്മളൊരു വാക്ക് പറഞ്ഞാൽ പ്രശ്നം തീരും, അന്നേരം പറഞ്ഞോണം. അതൊക്കെ വളരെ യുക്തമായിട്ട് ഇടപെട്ടോണം. വിശേഷിച്ച് ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കാൻ ശുശ്രൂഷകർ തന്മയത്തമാണ്. ഗിദെയോൻ ആ ഡയലോഗ് അവിടെ പറഞ്ഞില്ലായിരുന്നേ, പൂര അവിടെ ഗിദെയോൻ പറഞ്ഞു, അയ്യോ നിങ്ങളോ വെച്ച് നോക്കിയാൽ ഞാൻ ഈ ചെയ്തത് എന്തുവാ, അയ്യോ സ്തോത്രം. നിങ്ങൾ പറഞ്ഞാൽ ആ വിഷയം പരിഹരിച്ചെങ്കിൽ എബ്രഹീമിൻ്റെ സ്വഭാവത്തിന് മാറ്റം വരുന്നില്ല. അന്നേരം ആ വിഷയം അങ്ങ് പരിഹരിച്ചു. പക്ഷെ എബ്രഹീമിൻ്റെ സ്വഭാവത്തിന് മാറ്റം വരുന്നില്ല. ഈ കോപവും അസൂയയും വാദവും അത് മാറുന്നില്ലല്ലോ. 3 ദിവസത്തെ ക്ലാസ്, ആ പുതുവാന ഭൂമി, എന്നിട്ടും മാറ്റമില്ല. 21 ഇരിക്കുന്നു, ഒരു നേരം കഴിച്ചോണ്ട് സ്വഭാവത്തിന് മാറ്റമില്ല. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും, വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന, ഇടയ്ക്ക് കോട്ടയം മീറ്റിംഗ്, പിന്നെ സൂമിനകത്ത് മീറ്റിംഗ്, പിന്നെ സെപ്പറേറ്റ് പ്രാർത്ഥന, ഗൂഗിൾ മീറ്റിംഗ്, എന്തെല്ലാം മീറ്റിംഗാ, ബ്രദേഴ്സിന്റെ എല്ലാം കൂടെ പ്രാർത്ഥന, സിസ്റ്റേഴ്സിന്റെ എല്ലാം കൂടെ പ്രാർത്ഥന, രാത്രി 12:30 ഒരു കൂട്ടായ്മ. എന്നിട്ട് സ്വഭാവത്തിന് യാതൊരു മാറ്റവും. അമ്മാമ്മ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ, സിസ്റ്റർ പ്രാർത്ഥിച്ച് തുടങ്ങിയാട്ടെ, ബ്രദർ പ്രാർത്ഥിച്ച് നിർത്തിയാട്ടെ. ഇനി നമുക്ക് നാളെ വൈകിട്ട് ഒരു 8:30 ഒന്നുകൂടെ കൂടണം. നല്ലതാ, ഞാനതിനെതിരല്ല. പക്ഷെ വ്യത്യാസം വരുന്നില്ലല്ലോ. സ്തോത്രം. അകത്തീന്ന് അസൂയ മാറുന്നില്ലല്ലോ, അകത്തീന്ന് ഈ കോപം മാറുന്നില്ലല്ലോ, അകത്തീന്ന് ഈ വാദം മാറുന്നില്ലല്ലോ. സ്തോത്രം, സ്തോത്രം. ഇപ്പോഴും ചിലരെ കണ്ടുകൂടല്ലോ, ചിലരോട് മിണ്ടത്തില്ലല്ലോ. ഞാൻ നിങ്ങളുടെ കാര്യം മാത്രമല്ല, ഓൺലൈനിലും പലരുണ്ട്, പലർക്കും ഉള്ള കാര്യമാണ്. ഒരാളുടെ കാര്യം നിങ്ങൾ പറഞ്ഞു, പുള്ളി എനിക്കിട്ട് തന്നെ, പുള്ളി എന്നെ നോക്കി തന്നെ, എനിക്കിട്ട് തന്നെയാന്നാ. പണ്ട് വേങ്ങപ്പൊടി ചെമ്പറവില നിനക്കിട്ടാന്നേ നീ എടുത്തോണം. സ്തോത്രം. നെല്ലിക്ക ഇപ്പൊ ചാക്കൻ്റെ കുത്തടിക്കുമ്പോൾ ഇഷ്ടം പോലെ ഉരുണ്ട് വരിക, ആവശ്യമുള്ളവരൊക്കെ എടുത്തോണം. ഒരു നെല്ലിക്ക അല്ലല്ലോ. ഓരോ യോഗവും കൂടുമ്പോൾ ജീവിതത്തിൽ ക്രമീകരണം വരുത്തണം. സ്തോത്രം. അല്ലെങ്കിൽ യോഗം കൂടിയിട്ട് യാതൊരു അർത്ഥവും, ഒരുങ്ങി കെട്ടി ഇങ്ങനെ അടക്കാന്നല്ലാതെ യാതൊരു ഗുണവും ഇല്ല. സ്തോത്രം. വെള്ളത്തുണിയുണ്ടോ? വെള്ളത്തുണി എല്ലാ കടയിലും വെള്ളത്തുണിയുണ്ടോ? കോട്ടൻ്റെ നല്ലതാ വെള്ളത്തുണി, പക്ഷെ സ്വഭാവത്തിനൂടെ മാറ്റം. സ്തോത്രം. അച്ഛൻ അവിടെ നിന്ന് വരുമ്പോൾ 2 കൂട് ബ്ലേഡ് കൊണ്ട് തരണം. എന്നതിനാ? മീശ പഠിക്കാൻ. ഞങ്ങളുടെ പാസ്റ്റർക്ക് ആണെങ്കിൽ തരി പോലിരിക്കുന്നത് ഇഷ്ടമല്ല. സ്തോത്രം. ഇതൊക്കെ നല്ലതാ, പക്ഷെ വ്യത്യാസം വരണ്ടേ? അപ്പൊ ഈ 8-ാം അധ്യായത്തിൽ ഈ അസൂയയും വാദവും, സ്തോത്രം, കോപമല്ല, അത് ഗിദെയോൻ പാസ്റ്റർ പതുക്കെ അങ്ങ് പരിഹരിച്ചു. പുള്ളി മിടുക്കനായിരുന്നു, നല്ല തന്മയത്വപരമായിട്ട് പുള്ളി അത് പരിഹരിച്ചു. പക്ഷേ എബ്രഹീമിന്റെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും ഇല്ല. ഇനി എല്ലാ വാക്യവും എടുപ്പിക്കുന്നില്ല. ഇനി 12-ാം അധ്യായം ഒന്ന് വായിച്ചേ. ന്യായാധിപന്മാർ. അനന്തരം എഫ്രൈമ്യർ ഒന്നിച്ചുകൂടി. പിന്നെ ഇവന്മാർ ഒന്നിച്ചു കൂടുക, ഗുണം പിടിപ്പിക്കാനല്ല ഈ കൂടുന്നത്. അനന്തരം എബ്രഹീമ്യർ ഒന്നിച്ചുകൂടി വടക്കോട്ട് ചെന്ന്, ഇപ്പം നേരെ വടക്കോട്ട, നേരത്തെ കിഴക്കോട്ടായിരുന്നു. ഇഫ്താഹിനോട്, നീ അമ്മോന്യയോട് യുദ്ധം ചെയ്യുവാൻ പോയപ്പോൾ കൂടെ പോരേണ്ടതിന് ഞങ്ങളെ വിളിക്കാഞ്ഞെന്ത്? പിന്നെയും പ്രശ്നം ഉണ്ടാക്കുക. എട്ടാം അധ്യായം ചെന്ന് ഗിദെയോൻ പാസ്റ്ററോട് പറഞ്ഞു, മിദ്യാന്യരോട് യുദ്ധം ചെയ്യാൻ പോയപ്പോൾ ഞങ്ങളെ വിളിക്കാഞ്ഞത് എന്നാ? പൂര ബഹളം ഉണ്ടാക്കാൻ ചെന്നതാ. അത് പിന്നെ ഗിദെയോൻ പാസ്റ്റർ പരുവത്തിന്, എനിക്ക് വന്ന് പുള്ളി ബൈബിൾ സ്കൂളിൽ നന്നായിട്ട് പഠിച്ച് നല്ല ശിക്ഷണത്തിൽ അങ്ങാട്ടിരുന്ന ആളാണ് പുള്ളി. അത് നല്ല പരുവത്തിന് പരിഹരിച്ചു. ആ പ്രശ്നം അവിടെ അങ്ങ് തീർന്നു. അടുത്തത് ഇവർ ഇഫ്താഹ് പാസ്റ്ററോടാ. പിന്നെ ഇവർ ഒന്നിച്ചുകൂടി. ഈ ഒന്നിച്ചു കൂടുന്നതെല്ലാം ഗുണം പിടിപ്പിക്കാനല്ല, കുരുക്കൊപ്പിക്കാനാ. നിങ്ങൾ ചിലരെ ശ്രദ്ധിച്ച് ഈ യോഗം കഴിഞ്ഞാൽ അതിൽ ഒന്നിച്ചു കൂടും, അത് ഗുണം വരുത്തുകയല്ലേ, കുരുക്കൊപ്പിക്കുകയായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇവിടെ നല്ല പൊതുവെ പറയുക, ആരെങ്കിലും നടന്നു ചെല്ലുമ്പോൾ ഞങ്ങൾ നിർത്തും. മിണ്ടുന്നില്ലല്ലോ ആരും.
സ്തോത്രം. ഹല്ലേലൂയ. തണ്ടി തിരിഞ്ഞ് ചിലരെ എല്ലാവരോടും യോജിക്കത്തില്ലല്ലോ. മിണ്ടുന്നില്ല ആരും. ആമേൻ. അന്നേരം ഓർത്തണം, ഗുണം പിടിപ്പിക്കുകയല്ല, രണ്ടുകൂടി ഇരുന്ന് കുരുക്കൊപ്പിക്കുക. നമ്മൾ ഈ 10-30 കൊല്ലമായിട്ട് ഈ ആത്മീക ലോകത്ത് നിൽക്കുന്നത് കൊണ്ട് ചില കേസുകളൊക്കെ ഒറ്റ നോട്ടത്തിൽ അറിയാം. ഒന്ന് ശരിക്കും നോക്കുക പോലും വേണ്ട, ഇങ്ങനെ നോക്കിയാൽ മതി, അന്നേരം പിടി കിട്ടും. ഒറ്റ നോട്ടം നോക്കിയാൽ മതി. 8-ാം അധ്യായത്തിൽ ഗിദെയോൻ പാസ്റ്ററോട് കയറി കുരുക്കൊപ്പിച്ച് അത് ഗിദെയോൻ പാസ്റ്റർ നല്ല പരിവർത്തനങ്ങ് പരിഹരിച്ചു. ചിലരുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ കുരുക്കൊപ്പിക്കും. കൂട്ടുവിശ്വാസിയുടെ കുറ്റം ഉടനെ പുറത്ത് പറയും. അത് പാടില്ല. എൻ്റെ ഇടയ്ക്ക് പിന്നെ ആരും ഒന്നും പറയത്തില്ല. പറഞ്ഞാൽ എനിക്ക് കേൾക്കാനും താല്പര്യമില്ലല്ലോ. എന്നാൽ വേറെ ചില പാസ്റ്റർമാരും ചില ആൾക്കാർ അവർക്ക് വലിയ ഇഷ്ടമായത് കേൾക്കുന്നത്. അവർ പിന്നെയും ഇടയും പിന്നെ മറ്റവൻ്റെ കാര്യം അങ്ങനെ, അവരുടെ കല്യാണം ശരിയായിട്ട് നടന്നാന്നോ, അവരുടെ അമ്മ അവരുടെ കൂടാണോ, അതോ ഇതൊക്കെ നിനക്കറിയേണ്ട കാര്യമുണ്ടോ, അവർ ചേട്ടനും അനിയനും അത്ര ലോകത്തിലല്ലെന്നാ തോന്നുന്നു. ചിലക്ക് അറിയാൻ വലിയ ഇഷ്ടമാണ്. ഈ അറിയുന്നവരുടെ കുടുംബത്തിലെ വിശേഷമൊന്നും അത് അവരുടെ അയലത്തി ഒന്ന് യോജിക്കണം. നിങ്ങളുടെ അടുത്തല്ലേ വരും, അന്നേരം അറിയാം ഇവരുടെ വിശേഷം. ഈ കുരുക്ക് പറയുന്നവരുടെ അയലത്തി എന്ന് ഒരു 10 വീട്ടിൽ കയറി ചോദിക്കണം, എങ്ങനെയുണ്ട് ഇവിടെ ഒരു ചാക്കോച്ചൻ, പൂക്കോച്ചൻ, ആക്കോച്ചൻ. നിങ്ങൾക്ക് മനസ്സിലാകാഴിയാണോ? നീ കൂട്ടുവിശ്വാസിയെ പറ്റി, കൂട്ടു സഹോദരനെ പറ്റി, കൂട്ടുവേലക്കാരെ പറ്റി സ്തോത്രം പ്രാർത്ഥിക്കാൻ വരുന്നവർ പ്രാർത്ഥിക്കണം, ആരാധിക്കണം, ആത്മാവ് വിലപ്പെടണം, ഇഷ്ടമുണ്ടല്ലോ, അത്രേ ഉള്ളൂ. കുരുക്ക. അപ്പൊ ഗിദെയോൻ പാസ്റ്ററുമായിട്ട് ഇവരെ യോജിച്ച് പ്രശ്നം ഉണ്ടാക്കി. ഗിദെയോൻ പാസ്റ്റർ അത് പരിഹരിച്ചു. അടുത്തതാണ് ഇത്താവിന്റെ അടുക്കലോട്ട് വരുക. ഒന്നുകൂടെ വായിച്ചേ, 12:1. അനന്തരം എഫ്രൈമ്യർ ഒന്നിച്ചുകൂടി വടക്കോട്ട് എന്ന്. ഇപ്പം നേരെ വടക്കോട്ടാ, തെക്കോട്ട് എന്ന് പ്രശ്നം ഉണ്ടാക്കി അതങ്ങ് മാറ്റി. അപ്പൊ നേരെ ഇപ്പം വടക്കോട്ട് പിടിച്ചിരിക്കുക. ചില അങ്ങനല്ലേ, ഈ നിങ്ങൾ ചിലരെ ശ്രദ്ധിച്ചിട്ടില്ലേ, അങ്ങരിക്കുമ്പോൾ ചിലരുമായിട്ടൊരു ഭയങ്കര മമതയാണ്. 2 ആഴ്ച കഴിയുമ്പോൾ അവരുമായിട്ട്, നിങ്ങൾ ചിലരെ ശ്രദ്ധിച്ചിട്ടില്ലേ, അങ്ങരിക്കുമ്പോൾ ഒരു പെരളി. ചിലക്ക് ഈ സ്നേഹബന്ധം നിലനിർത്താൻ അറിയത്തില്ല. അങ്ങരിക്കുമ്പോൾ ഒരു സ്നേഹം ഉരുട്ടിക്കയറ്റവും. ഞങ്ങളുടെ അമ്മ എന്നെ പറഞ്ഞ ഉരുട്ടും പെരട്ടും എന്നാണ്. ഒരു ഉരുട്ടും പെരട്ടും. അവരുമായിട്ട് അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, അവിടെ നിൽക്കുന്നു, ഇവിടെ നിൽക്കുന്നു, പോകുന്നു, പിന്നെ ഒരു പായിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, അടുത്തടുത്ത കസേരയിൽ ഇരിക്കുന്നു. ഈ പിള്ളേർ കഴിക്കുന്നുണ്ടല്ലേ ഐസ് പോലെ തന്നെ എന്നാ പറയുന്നത്, എന്നെ സിപ്പപ്പ്. പുള്ളി സിപ്പപ്പിൻ്റെ പകുതി കഴിക്കുന്നു, പകുതി മറ്റേ പുള്ളിക്ക് കൊടുക്കുന്നു. 3 ആഴ്ച കഴിഞ്ഞാൽ എലിയും പൂച്ചയും. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചതല്ലേ, എലിയും പൂച്ചയും. ഒരു മാർജാരൻ മനഭൂരാത്രിയിൽ തിരിന്തേട് നടക്കുന്ന നേരന്തര സാജെന്നൊരു വലകിൽ ചാടിയ കരവും കാലും ഇളക്കാൻ മേല വരവശനപ്പോൾ മ്യാവും മ്യാവും കരപോകും കണ്ട. പഠിച്ചല്ലേ? മറന്നുപോയി. കാര്യം കൊണ്ടിക മറന്നുപോയി. എലിയും പൂച്ചയാ. അങ്ങരിക്കുമ്പോൾ ഒരു ഇളക്കവാ. നേരത്തെ തെക്കോട്ടായിരുന്നു, അവിടുത്തെ ബന്ധം ഇപ്പം നിർത്തി. തെക്കിലെ ബന്ധം ഇപ്പം നേരെ വടക്കോട്ട് പിടിച്ചിരിക്കുക. നേരത്തെ വടക്ക് വശത്തെ വീട്ടുകാരുമായിട്ടായിരുന്നു മമത, അവരുമായിട്ട് കയറി ഉടക്കി. ഇപ്പം നേരെ തെക്ക് വശത്തെ വീട്ടുകാരുമായിട്ടാണ്.
ഇവിടെ മതിലും പൊക്കി കെട്ടി. അച്ഛാ 4 ഇഷ്ടികയും കൊണ്ട് ഇനി അവിടെ എത്തിക്കുത്തിയാൽ പോലും കാണരുത്. നേരത്തെ 2 ഇഷ്ടിക പൊളിച്ചതാ കാണാൻ വേണ്ടി. മിണ്ടുന്നില്ലല്ലോ ആരും. ഇപ്പൊ നേരെ വടക്കോട്ടടിച്ചു. വായിച്ചേ 12 ഒന്നുകൂടെ വായിര്. അനന്തരം എഫ്രൈമിൽ ഒന്നിച്ചുകൂടി വടക്കോട്ട് എന്ന് ഇഫ്താഹിനോട് നീ അമോന്യരോട് യുദ്ധം ചെയ്യാൻ പോയപ്പോൾ കൂടെ പോരേണ്ടതിന് ഞങ്ങളെ വിളിക്കാഞ്ഞ എന്ത്? ഞങ്ങളെ വിളിക്കാഞ്ഞ എന്നാ? എന്നെ ഞങ്ങളെ വിളിക്കാഞ്ഞ. ഇത് ഈ ഡയലോഗാ. അവിടെ നേരത്തെ ഞങ്ങളെ വിളിക്കാഞ്ഞത് എന്ത്? അടുത്തത് ഞങ്ങൾ നിന്നെ അകത്തിട്ട് വീട്ടിന് തീ വെച്ച് ഒന്നുകൂടെ വായിച്ചേ. ഞങ്ങൾ നിന്നെ അകത്തിട്ട് വീട്ടിന് തീ വെച്ച് ചുട്ടുകളയും എന്ന് പറഞ്ഞു. എങ്ങനുണ്ട് ഭീഷണി? ഇപ്പൊ ഭീഷണി മുഴക്കുക. അങ്ങനെ ചില ആൾക്കാരുണ്ട്, ഭീഷണി മുഴക്കിക്കളയും. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം എന്നാ നമ്മൾ അയ്യോ ഒന്നും കാണിക്കരുത്. എൻ്റെ ദൈവമേ, ഭീഷണിയാ. ഇനി ഞങ്ങൾ അകത്തിട്ട് തീ വെച്ച് ചുട്ടുകളയും. തീ വെച്ച് ചുട്ടുകളയും. എന്നോടിരിക്കും ഒരാൾ പറഞ്ഞ നിന്റെ വെള്ളത്തുണി ഞാൻ മാറ്റിക്കുവന്ന്. ഏതായാലും ഇന്ന് രാത്രി വരെ വെള്ളത്തുണിയാ. ഒരുത്തൻ പറഞ്ഞതാ, എൻ്റെ വെള്ളത്തുണി ഞാൻ, ഇത് വെള്ളയല്ലേ? സ്തോത്രം. ഭീഷണിയാ. വേറൊരാൾ പറഞ്ഞ പുസ്തകം താഴെ വെപ്പിക്കുമെന്ന്. പിന്നെ പുസ്തകം താഴെയല്ലേ വെക്കണ്ടേ? ചിലപ്പോൾ ഞാനിങ്ങനെ പ്രസംഗിക്കുന്ന സമയത്ത് ചില സന്ദർഭത്തിൽ ഞാൻ തലയിലൊക്കെ വെക്കാറുണ്ട്. പുസ്തകം എവിടെയെങ്കിലും താഴെ മാന്യമായിട്ട് വെക്കണം. ഭീഷണിയാ. സ്തോത്രം. വേറൊരാൾ പണ്ട് പറഞ്ഞ് പ്രസംഗിപ്പിക്കുകയല്ല നിനി. ആട്ടെ, ദൈവഗീതം അങ്ങനെയാണ്, അങ്ങനെ നടക്കട്ടെ. സ്തോത്രം. വേറൊരാൾ പറഞ്ഞ് ലൈവിൽ വരുമെന്ന്. ഞാൻ ലൈവിൽ ഞാൻ പറഞ്ഞു നല്ല കാര്യം, എല്ലാവരും കൂടെ ഒന്ന് കാണട്ടെ. ഈ അടുത്ത കാലത്ത് ഒരാൾ പറഞ്ഞു ഇഡിയെ കൊണ്ട് എന്നെ ഇടിയെന്നല്ലേ? ഞാൻ പറഞ്ഞു വളരെ നല്ലത്, എല്ലാവരും ഒന്ന് അറിയുമല്ലോ. ഇതിപ്പോ പലർക്കും സംശയം, എങ്ങനെ കാര്യങ്ങൾ എങ്ങനെയാന്ന് ഒരു പിടുത്തം. നിങ്ങളും പ്രാർത്ഥിക്ക്, ഇടി വന്നാൽ നല്ലതാ. നല്ലതല്ലേ? അയ്യോ ഭീഷണിയാ. സ്തോത്രം. ഭീഷണിയാ. പക്ഷേ ഈ ഇഫ്താഖ് പാസ്റ്റർ അല്പം മിടുക്കനാണ്. ഗിദയോൻ പാസ്റ്ററെ പോലല്ല. ഇഫ്താഖ് എന്ന് പറഞ്ഞാൽ അവൻ തീച്ചൂളക്കകത്തൂടെ വന്നതാ. അന്നേരം അവന്റെ വീട് കത്തിക്കുമെന്ന് പറഞ്ഞാൽ അവൻ ഇതൊന്നും ഇവര് ഇഫ്താഖിനോട് പറയാ, നീ ഞങ്ങളെ വിളിക്കാൻ ഞാൻ നിന്നെ ഞങ്ങൾ അകത്തിട്ട് വീടിന് പിന്നെ. സ്തോത്രം. ഇവരോർത്തത് ഈ ഡയലോഗ് അടിക്കുമ്പോൾ ഇഫ്താഖ് പെട്ടെന്ന് അയ്യോ കത്തിക്കരുത്, അമ്മാമ്മ എന്നാ പറഞ്ഞാലും ഞാൻ അതുപോലെ ചെയ്തോളാം, അച്ചായൻ എന്നാ പറഞ്ഞാലും ഞാൻ അതുപോലെ ഓ അച്ഛാ ഓ. നിന്റെ കൈ വെടിപ്പാണ്, പിന്നെ നീ എന്തിനാ പേടിക്കുന്നേ? നിന്റെ ഭാഗം ക്ലിയർ ആണ്, നീ എന്തിനാ ഭയപ്പെടുന്നേ? ചിലക്ക് ഭയങ്കര കിടുകിടുപ്പും വെപ്രാളവാ. സ്തോത്രം. ഇഫ്താഖിനെ പറ്റി പഠിച്ചാൽ എന്റെ ഭാഷ പറഞ്ഞ തീച്ചൂളക്കകത്തൂടെ ഇഫ്താഖ് ഇങ്ങോട്ട് വന്നത്. സ്തോത്രം. നിങ്ങളാണ്ട 11-ാം അധ്യായത്തിൽ ഒന്ന് വായിച്ചേ. ഗിലെയാദിനായ ഇഫ്താഖ് പരാക്രമശാലിയെങ്കിലും വേശ്യാപുത്രനായിരുന്നു. ഇഫ്താഖിന്റെ ജനകനോ ഗിലെയാദായിരുന്നു. ഗിലെയാദിന്റെ ഭാര്യയും അവന്റെ പുത്രന്മാരെ പ്രസവിച്ചു. അവന്റെ ഭാര്യയുടെ പുത്രന്മാർ വളർന്ന ശേഷം അവർ ഇഫ്താഖിനോട് നീ ഞങ്ങളുടെ പിതൃഭവനത്തിൽ അവകാശം പ്രാപിക്കയില്ല. എങ്ങനുണ്ട്? യവന്റെ സഹോദരങ്ങൾ തന്നെ പറഞ്ഞു നീ ഞങ്ങളുടെ പിതൃഭവനത്തിൽ അവകാശം. കാരണം നിന്റെ അമ്മ ശരിയല്ല, പരസ്ത്രീയിൽ ജനിച്ചതാ നീ. ഈ പെന്തിക്കോസ് വന്നാലും ജാതി പറയുന്നവരുണ്ട്, അത് പാടില്ല. സ്തോത്രം. ഉണ്ട്, അത് പാടില്ല. പെന്തിക്കോസിലെന്നല്ല, ശ്രീനാരായണ ഗുരു പറഞ്ഞ ജാതി ചോദിക്കരുതെന്ന ആ നല്ല മനുഷ്യൻ അങ്ങനെയാ പറഞ്ഞത്. അത് എത്രത്തോളം എല്ലാവരും അനുസരിക്കുന്നുണ്ടെന്നുള്ളത് കണ്ടറിയട്ടെ. സ്തോത്രം.
നീ പരസ്ത്രീയുടെ മകനാണെന്ന് ആക്ഷേപിക്കുകയല്ലേ? സ്തോത്രം. ചിലരങ്ങനെ ആക്ഷേപിക്കും, അത് പാടില്ല. നാം ദൈവമക്കളാ. ആമേൻ. നിന്റെ കൂടെ ആരാധിക്കുന്ന, കൂടെ പ്രാർത്ഥിക്കുന്ന പാടില്ല. ഒരപ്പത്തിന്റെ അംശികളാ, വേറെ കൃത്യം പാടില്ല. ആമേൻ. സ്തോത്രം, സ്തോത്രം. ഒരപ്പത്തിന്റെ അംശികളാ. ചിലരെ കണ്ട അവരോട്